ഹായ്, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കശുമാവിൻ്റെ കീടരോഗബാധകളെ കുറിച്ചാണ്. കശുമാവിൻ്റെ വിശദമായ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് എല്ലാവരും കണ്ടിട്ടില്ലെങ്കിൽ കയറി കാണണം. അപ്പോൾ അതിൻ്റെ തുടർച്ചയാണ് ഇത്. ഇപ്പോൾ കശുമാവിന് ഞാനൊരു കശുമാവിൻ തോട്ടത്തിലാണ്, പുതുതായിട്ട് കശുമാവ് നട്ട തോട്ടത്തിലാണ് നിൽക്കുന്നത്. കശുമാവിന് ധാരാളം രോഗങ്ങളും കീടങ്ങളും ഉണ്ട്. അതിനെ ഫലപ്രദമായി നിയന്ത്രിച്ചില്ലെങ്കിൽ കശുമാവ് കൃഷി നമുക്ക് വിജയിപ്പിക്കാനാവില്ല. അപ്പോൾ അതിന് വരുന്ന കീടങ്ങൾ ഏതാണ്, രോഗങ്ങൾ എന്താണ്, അതാണ് ഞാൻ ചുരുക്കമായിട്ട് പറയാൻ പോകുന്നത്. കശുമാവിന് കീടങ്ങളായിട്ടുള്ളത് പ്രധാനമായിട്ടും തേയിലക്കൊതുകാണ്. തേയിലക്കൊതുക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തളിരിലകളും പൂങ്കുലകളും അതുപോലെ ചെറുതായിട്ട് വരുന്ന കശുവണ്ടിയും ഒക്കെ നീരൂറ്റി കുടിക്കുന്ന ഒരു തരം പ്രാണിയാണ് തേയിലക്കൊതുക് എന്ന് പറഞ്ഞത്. അപ്പോൾ അത് നീരൂറ്റി കുടിച്ചു കഴിഞ്ഞാൽ ഈ തളിരിലകളും പൂങ്കുലകളും ഇതിൻ്റെ കാഷ്യൂനട്ടും ഒക്കെ ഉണങ്ങിപ്പോകും. അപ്പോൾ അങ്ങനെ ഒരു കരിച്ചിൽ രോഗമല്ല, വരുത്തുന്ന ഒരു കീടമാണ് ഈ പറയുന്ന തേയിലക്കൊതുക്. പിന്നെ വരുന്ന ഒരു പ്രധാനപ്പെട്ട വലിയൊരു ഭീഷണിയുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ തടിതുരപ്പൻ വണ്ടാണ്. അപ്പോൾ തടിതുരപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കശുമാവിൻ തോട്ടത്തിലൊക്കെ നമ്മൾ ചെന്നാൽ കാണാമല്ലോ, ചില വേരുകളൊക്കെ മണ്ണിന് മുകളിൽ കൂടെ കാണും. ആ വേര് മുകളിൽ കൂടെ കാണുന്ന വേരിൻ്റെ തടി പോലെ ഇരിക്കും ആ വേരിൻ്റെ തൊലി പൊട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് ഈ തണ്ട് തുരന്ന് കയറിയിട്ട് മുട്ടയിടും. അതേപോലെ ഇതിൻ്റെ ചൂട് ഭാഗത്ത് തുറന്നിട്ട് മുട്ടയിടും. അതുപോലെ തടി കശുമാവിൻ്റെ തടിയിൽ പോയിട്ട് വിണ്ട് ഭാഗം ഉണ്ടെങ്കിൽ ആ വിണ്ട് കീറിയ ഭാഗത്ത് ഇവൻ തുറന്നിട്ട് മുട്ടയിടും. മുട്ടയിടുക എന്ന് പറഞ്ഞാൽ 1-2 മുട്ടയല്ല, ധാരാളം മുട്ടയിടും. അപ്പോൾ തുറന്നിട്ടാണ് മുട്ടയിടുന്നത്. തുറന്നിട്ട് മുട്ടയിട്ട് കഴിഞ്ഞാൽ ഈ മുട്ട വിരിഞ്ഞിറങ്ങുന്ന പുഴുക്കൾ അതിൻ്റെ അകത്തേക്ക് പെനിട്രേറ്റ് ചെയ്ത് പോയിട്ട് ആ കോശങ്ങളും ടിഷ്യൂസും ഒക്കെ തിന്ന് നശിപ്പിച്ച് ഈ ദ്വാരം വഴി അതിൻ്റെ ഊറാൻ വരുന്ന പോലെ പൊടി വരും. നമ്മളതിൻ്റെ തുടക്ക ലക്ഷണം അതാണ്. ഈ സമയത്ത് തന്നെ നമ്മൾ ചികിത്സ ആരംഭിക്കണം, അല്ലെങ്കിൽ രക്ഷപ്പെടുത്താൻ പറ്റില്ല. ചെടി അപ്പാടെ കശുമാവ് ഉണങ്ങിപ്പോവുക എന്നുള്ളതാണ്. ഈ തടിതുരപ്പം കയറിക്കഴിഞ്ഞാൽ ഉണങ്ങിപ്പോകും. അപ്പം നമ്മൾ ആ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ അടുത്ത ലക്ഷണം എന്ന് പറഞ്ഞാൽ അതിലേക്കൂടെ ഒരു എക്സ്ക്രീഷൻ, ഒരു ദ്രാവകം പുറത്തേക്ക് വന്നിട്ട് പശ പോലെ വന്നിട്ട് കട്ടി പിടിച്ച് ഉണങ്ങി നിൽക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ കശുമാവിൻ്റെ അത്തരത്തിലുള്ള ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് പുഴു ഉണ്ടെന്ന് തന്നെ മനസ്സിലാക്കുക. അപ്പം നമ്മൾ നിവാരണ മാർഗങ്ങൾ ഉടൻ തന്നെ ചെയ്യണം. ഇതിങ്ങനെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തേയിലക്കൊതുവിൻ്റെ ആക്രമണം ഉണ്ടായിട്ടാണ് ഈ കരിഞ്ഞ് നിൽക്കുന്നത്. ഇതിനകത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, അത് ഞാൻ പറയാം. അപ്പോൾ അങ്ങനെ പിന്നെ ഈ കൂടുകെട്ടി പുഴുക്കൾ, ചാഴികൾ, അതുപോലെ തന്നെ ഈ പ്രായത്തിലുള്ള അണ്ടിയിൽ തുറന്നു കയറുന്ന ഒരുതരം പുഴുക്കൾ, ഇതിൻ്റെ പഴത്തേൽ പച്ച നിറത്തിലുള്ള ഇതിനകത്ത് തന്നെ പുഴുക്കൾ കയറി തിന്ന് നശിപ്പിക്കുക. അപ്പം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതങ്ങ് കൊഴിഞ്ഞു പോകും. ഇത്തരത്തിലുള്ള ധാരാളം കീടങ്ങളുണ്ട്. അപ്പോൾ ഈ കീടങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് ഫലപ്രദമായ പല പരിപാടികളുണ്ട്. ഒന്ന്, ഞാൻ ആദ്യം പറഞ്ഞ തേയിലക്കൊതുക്. ഇത് തേയിലക്കൊതുകിൻ്റെ ലക്ഷണമാണ്. ഈ പൂക്കൾ നീരൂറ്റി കുടിച്ച് കരിഞ്ഞു പോയിട്ടുണ്ട്. ചെറിയ തോതിൽ ഇതിനകത്തിൽ തേയിലക്കൊതുവിൻ്റെ ആക്രമണമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള തേയിലക്കൊതുവിൻ്റെ ആക്രമണം തേയിലക്കൊതു വന്നിട്ട് കരിഞ്ഞു പോയതാണ് ഈ സാധനമൊക്കെ. ഇതെല്ലാം തേയിലക്കൊതുവിൻ്റെ ആക്രമണം. അപ്പോൾ ഈ തേയിലക്കൊതുവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ കശുമാവിൽ നീറിനെ കയറ്റിയാൽ മതി. വിഷർ എന്ന് പറയുന്ന ഒരുതരം ഉറുമ്പ് കണ്ടിട്ടുണ്ടാവും, ചുമന്ന നിറത്തിലുള്ള. അതിനെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ജൈവ രീതിയിൽ ഇതിനെ നിയന്ത്രിക്കാം. പിന്നെ ഒരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിവേറിയ ബാസിയാന എന്ന് പറഞ്ഞ ഒരു കുമിളുണ്ട്, കൾച്ചർ വാങ്ങിക്കാൻ കിട്ടും. അത് ഈ തളർത്ത് തുടങ്ങുന്ന സമയത്ത് വൈകുന്നേരങ്ങളിൽ ഒരു 20 ഗ്രാം ബിവേറിയ കൾച്ചർ എടുത്തിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മളിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, വൈകുന്നേരം വേണം ചെയ്യാൻ. കാരണം ഇതൊരു ബിവേറിയ എന്ന് പറയുന്നത് ഒരു ജീവിയാണ്, ഫംഗസാണ്. അതിൻ്റെ കൾച്ചർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് വെച്ച് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഫലപ്രദമായി നിയന്ത്രിക്കാൻ കഴിയും. അതേപോലെ തന്നെ വേപ്പധിഷ്ഠിത കീടനാശിനികളുണ്ട്. വേപ്പധിഷ്ഠിത കീടനാശിനി നിംബിസിഡ്, നീമാസോൾ, അസാഡിറാക്ടിൻ എന്നൊക്കെ പറഞ്ഞ് കുറേ വിപണിയിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതൊക്കെ ഒരു 4 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താലും ഇത്തരത്തിലുള്ള തേയിലക്കൊതുക് മാത്രമല്ല, ഈ കശുമാവിന് വരുന്ന ഒട്ടുമിക്ക കീടങ്ങളെ നമുക്ക് നശിപ്പിക്കാൻ ഈ മാർഗങ്ങൾ ഉപയോഗിച്ചാൽ മതി. നമുക്ക് തടിതുരപ്പം പുഴുക്കൾ, അതായത് വണ്ടുകൾ തുറന്ന് കയറിയിട്ട് മുട്ട നിക്ഷേപിച്ച് പുഴുക്കൾ വിരിഞ്ഞിട്ട് തടി തിന്ന് ഈ കശുമാവിനെ നശിപ്പിക്കുന്നതിന് ഫലപ്രദമായ ഒരു നിവാരണ മാർഗമാണ് ബിവേറിയ. അതിൻ്റെ തുടക്ക സമയത്ത് തന്നെ കണ്ടെത്തണം. അതായത് നമ്മൾ ദ്വാരം വന്ന്
ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കശുമാവിൻ തോപ്പ് അല്ല കശുമാവിനെ നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. അതിൻ്റെ ചുവട്ടിൽ നിന്ന് ദ്വാരമുണ്ടോ, വേരിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ല തടിയിൽ എവിടെയെങ്കിലും ദ്വാരമുണ്ടോ, അതിലേക്കൂടെ എക്സ്ക്രീഷൻ വരുന്നുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതുവഴി നമുക്ക് ബിവേറിയ ഇഞ്ചക്ട് ചെയ്യുക. ഒരു സിറിഞ്ച് എടുത്തിട്ട് ബിവേറിയ ലിക്വിഡ് ഇതിനകത്തേക്ക് ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ ദ്വാരത്തിൽ കൂടെ ബിവേറിയ ഫംഗസ് അതിനകത്ത് എത്തിയിട്ട് ഈ പുഴുക്കളെയൊക്കെ നശിപ്പിച്ച് കളയും, കൊന്നുകളയും. പിന്നെ നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ രാസകീടനാശിനിയിലേക്ക് പോകാവൂ. രാസകീടനാശിനികൾ വേണ്ടി വരുന്നില്ല. തുടക്കത്തിൽ നമുക്ക് ചികിത്സിക്കുകയാണെങ്കിൽ, ഈ കീടങ്ങളെ നിയന്ത്രിക്കുകയാണെങ്കിൽ നമുക്ക് യാതൊരു രീതിയിലുള്ള രാസകീടനാശിനിയും വേണ്ടി വരുന്നില്ല. അഥവാ രാസകീടനാശിനി വേണമെങ്കിൽ വളരെ വീര്യം കുറഞ്ഞ വിഷം, അതാണ് പച്ച നിറത്തിലുള്ള. അപ്പോൾ അത്തരത്തിലുള്ള വിഷങ്ങൾ അത് കൃത്യമായ മാത്രയിൽ അളവിൽ നമുക്ക് പ്രയോഗിച്ചു കഴിഞ്ഞാലും നമുക്ക് ഈ പറയുന്ന പിന്നെ തടിതുരപ്പൻ വണ്ടുകളെയും അതേപോലെ തന്നെ തേയിലക്കൊതുവിനെയും ചാഴിയെയും എഫിഡിനെയും അതുപോലെ തന്നെ പിന്നെ ഇലതീനിപ്പുഴുക്കളെയും ഒക്കെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ കഴിയും. അപ്പോൾ കൃത്യമായ ഒരു കൃഷി വിദഗ്ധൻ്റെ നിർദ്ദേശപ്രകാരം കീടങ്ങൾക്കെതിരെ ഈ പറഞ്ഞ രീതിയിലുള്ള നിയന്ത്രണ മാർഗങ്ങൾ അവലംബിച്ചുകൊണ്ട് കശുമാവിനെ നമുക്ക് പിന്നെ സുരക്ഷിതമായിട്ട് വളർത്തിയെടുക്കാം. ഇനി അടുത്തായിട്ട് ഞാൻ പറയാൻ പോകുന്നത് രോഗങ്ങളെക്കുറിച്ചാണ്. ഇത് ഈ കാണുന്ന ഒരു രോഗമാണ്. ഇതിനെ ഡൈബാക്ക് ഡിസീസ് എന്ന് പറയും. അത് കൊമ്പ് ഇവിടുന്ന് മുതൽ പുറകോട്ട് ഉണങ്ങി വരിക. അതായത് ഇതിന് പല കൊമ്പിലും അതുണ്ട്. ഡൈബാക്ക് ഡിസീസ് എന്ന് പറയും. ഇത് ഡൈബാക്ക് ഡിസീസിൻ്റെ ഒരു ലക്ഷണമാണ്. അതായത് ഇത് ഒരു കുമിൾ രോഗമാണ്. ഇതിൻ്റെ ഈ തളിര് മുതൽ പുറകോട്ട് ഉണങ്ങി പോകുക എന്നുള്ളതാണ്. പിന്നെ ഒരു രോഗമുണ്ട്, ആന്ത്രാക്നോസിസ് എന്ന് പറയുന്ന ഒരു രോഗമുണ്ട്. അതും നമ്മുടെ തേയിലക്കൊതുവിൻ്റെ ആക്രമണ ലക്ഷണത്തോടു കൂടി സാദൃശ്യമാണ്. എന്ന് പറഞ്ഞാൽ തേയിലക്കൊതുവിൻ്റെ ആക്രമണ ലക്ഷണം ഞാൻ പറഞ്ഞല്ലോ, ഈ നീരൂറ്റി കുടിച്ച് ഇതേപോലെ ഉണങ്ങിപ്പോവും. നീരൂറ്റി കുടിച്ചു കഴിഞ്ഞാൽ ഈ കണ്ടില്ലേ പൂങ്കുലകൾ ഉണങ്ങി നിൽക്കുന്നത്. പൂങ്കുലകൾ മാത്രമല്ല ഈ തളിരിലകൾ ഉണങ്ങിപ്പോവും. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം അറിയുവാൻ, ഈ തേയിലക്കൊതുവാണെങ്കിൽ ഇത്തരത്തിൽ ഉണങ്ങിപ്പോവുകയുള്ളൂ. അതേസമയം ഇത് രോഗമാണെങ്കിൽ ഇവിടുന്ന് ഒരു കറുത്ത ഊസ് കൂടി ഒരു ദ്രാവകം കൂടി ഈ ഉണങ്ങുന്ന കമ്പിലുണ്ടാവും. അപ്പോൾ ഇത് തേയിലക്കൊതുവിൻ്റെ ആക്രമണമാണ്. പക്ഷേ മറ്റേ ഡൈബാക്ക് ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ആന്ത്രാക്നോസ് എന്ന് പറയുന്ന രോഗമാണെങ്കിൽ ഈ പറഞ്ഞ ഒരു കറുത്ത ദ്രാവകം കൂടി ഈ തണ്ടിൽ ഉണ്ടാവും. അപ്പം അങ്ങനെ ഉള്ളതാണ് ആന്ത്രാക്നോസ് എന്ന് പറയുന്ന ഡിസീസ്. പിന്നെ ഡൈബാക്ക് ഡിസീസ്. പിന്നെ അതുപോലെ തന്നെ ചെന്നീരൊലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തടിയിൽ ചെന്നീരൊലിച്ച് ഇങ്ങനെ ചെന്നീര് ഒരു ചുവന്ന ദ്രാവകം ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കും, യൂസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ അത് 10 വർഷം പ്രായത്തിൽ കൂടുതലുള്ള കശുമാവിനെ ബാധിക്കുന്നതാണ് ചെന്നീരൊലിപ്പ്. പിന്നെ അല്ലാതെ ഇല ഉണങ്ങുക, ഇതുപോലുള്ള ഇല ഉണങ്ങൽ, പിന്നെ അതുപോലുള്ള കൊച്ചു രോഗങ്ങളുണ്ട്. ഇതിനെല്ലാം ഫലപ്രദമായിട്ട് വേറെ നല്ല ജൈവ രീതിയിലുള്ള നിയന്ത്രണ മാർഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഫലപ്രദമായ നിവാരണ മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കശുമാവിന് ജൈവവളം കൊടുക്കുക എന്ന് പറയുമ്പോൾ ട്രൈക്കോഡെർമ കമ്പോസ്റ്റ് കൊടുക്കണം. ട്രൈക്കോഡെർമ കമ്പോസ്റ്റിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കയറി കാണുക. അപ്പോൾ ട്രൈക്കോഡെർമ കമ്പോസ്റ്റ് കൊടുക്കുക. പിന്നെ ഒന്ന് സ്യൂഡോമോണാസ് ഫ്ലൂറിസെൻസ് എന്ന് പറയുന്ന ഒരു മിത്ര ബാക്ടീരിയയുടെ കൾച്ചർ വാങ്ങിക്കാൻ കിട്ടും. അത് ഒരു 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ഈ പിന്നെ മഴക്കാലത്താണ് കൂടുതലും ഇതിന് രോഗം വരുന്നത്. മഴക്കാലത്ത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതായത് 2 മണിക്കൂർ മഴയില്ലാതെ നിൽക്കുന്ന സമയം നോക്കി വൈകുന്നേരങ്ങളിലോ അല്ലെ അതിരാവിലെയോ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഈ പറയുന്ന രോഗങ്ങളെല്ലാം നിയന്ത്രിക്കാം. പിന്നെ ഫലപ്രദമായിട്ട് വേറൊരു നിവാരണം, ഈ മിക്കവാറും പിങ്ക് ഡിസീസ് അടക്കം ഉള്ള എല്ലാ രോഗങ്ങളും, കശുമാവിൻ്റെ എഴുതുന്ന മുഴുവൻ രോഗങ്ങളെ നിയന്ത്രിക്കാൻ ഏറ്റവും ഫലപ്രദമായ ഒരു ജൈവ കീടനാശിനിയുണ്ട്. അതിൻ്റെ പേര് ബോർഡോമിസതം എന്നാണ്. ബോർഡോമിസതം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കയറി കാണുക. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന രീതിയൊക്കെ മനസ്സിലാക്കും. ജൈവ കീടനാശിനിയാണ്, യാതൊരു ദോഷവുമില്ല, തുരിശും നീറ്റിയൊക്കെ കൂടെ ചേർത്തുണ്ടാക്കുന്നതാണ്. ആ ബോർഡോമിശ്രിതം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കൊമ്പുണക്കം അടക്കമുള്ള, അത് കണ്ടില്ല, ഡൈബാക്ക് ഡിസീസ് അടക്കമുള്ള പിന്നെ മുഴുവൻ ആന്ത്രാക്നോസിസ്, ചെന്തീരൊലിപ്പ്, ഈ ഇല ഉണക്കം, ഇതൊക്കെ നമുക്ക് ഫലപ്രദമായിട്ട് നിയന്ത്രിക്കാം. ഇങ്ങനെ നമ്മൾ സുരക്ഷിതമായിട്ട്
ഈ സസ്യസംരക്ഷണ മാർഗം കൂടി അവലംബിച്ച് കഴിഞ്ഞാൽ കശുമാവ് കൃഷി ഒന്നാം തരം ലാഭകരമായിട്ട് നമുക്ക് നടത്തിക്കൊണ്ടു പോകാം. തിരിച്ച് നമുക്ക് വീണ്ടും നമ്മുടെ തൊടിയിലേക്ക് കശുമാവിനെ കൊണ്ടുവരാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിലുള്ള ശാസ്ത്രീയവും ആധികാരികമുള്ള കൃഷി അറിവുകളാണ് മീറ്റ് ദ ലെൻസ് എന്ന ചാനലിലൂടെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും കൃഷിക്കാരും കൃഷിയെ സ്നേഹിക്കുന്നവരും ഞങ്ങളുടെ ചാനലിൽ പോയി കാണുക, വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.